Good morning. നമ്മളിപ്പോൾ മോർ സർക്കിളിന്റെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് പ്രോബ്ലം ഇസ് ഓൾസോ എ പ്രോബ്ലം ബേസ്ഡ് ഓൺ മോർ സർക്കിൾ. ഒരു ചെറിയ ഡിഫറൻസ്, നമ്മൾ ആദ്യം സോൾവ് ചെയ്ത ആ പ്രോബ്ലത്തിനും ഇതിനുമായിട്ട് ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഈ രണ്ട് ടൈപ്പായിട്ടായിരിക്കും അവർ ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് സാധാരണഗതിയിൽ. എനിവേ വിൽ ഹാവ് a discussion on it. I'll first dictate the question. At a certain point in a strained material, there is a tensile stress of 50 Newton per mm square upon a vertical plane and a compressive stress of 35 Newton per mm square upon a horizontal plane. There is also a shear stress of 40 Newton per mm square upon each of these planes. Determine the principal stresses and locate the principal planes. Also determine the maximum shear stress. Use only Mohr circle method. So Mohr circle method use ചെയ്തിട്ട് principal stresses and principal planes locate ചെയ്യാനും principal stressesന്റെ values കണ്ടുപിടിക്കാനുമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. And also you are asked to determine the maximum shear stress. അപ്പോൾ ഇതൊക്കെയാണ് മാക്സിമം ഷിയർ സ്ട്രെസ്സും. ആ മാക്സിമം ഷിയർ സ്ട്രെസ്സും ചോദിച്ചാൽ തന്നെ അതിനോട് മാക്സിമം ഷിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻസും ആ പ്ലെയിന്റെ ആംഗിൾസും നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ. ഓക്കെ, സോ അവർ പറഞ്ഞിട്ടുണ്ട് യു ആർ ടു യൂസ് ഓൺലി മോർ സർക്കിൾ മെത്തേഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നിട്ടുള്ള സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ് എന്ന് നോക്കുക. ടെൻസൈൽ സ്ട്രെസ് ഓഫ് 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അപ്പോൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഇസ് ആക്ടിങ് അപ്പോൺ എ വെർട്ടിക്കൽ പ്ലെയിൻ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വരയ്ക്കുമ്പോൾ നോക്കിയാൽ മതി, ഇതാണ് ആ വെർട്ടിക്കൽ റീജിയൻ. അപ്പോൾ നമ്മുടെ ഈ പ്ലെയിൻ സ്ട്രെസ്സിന്റെ വെർട്ടിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ ഇതാണ് ആ വെർട്ടിക്കൽ റീജിയൻ. നിങ്ങളുടെ ബുക്കില് ഇത് തെറ്റായിട്ടായിരിക്കും അവർ സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ടൊന്ന് ഇത് ശ്രദ്ധിച്ചോളുക. ഈ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ വെർട്ടിക്കൽ ഇതാണ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെ ആക്ട് ആകുന്ന സ്ട്രെസ് ആണ് സിഗ്മ XX. ഓക്കെ, അതാണ് നമ്മുടെ ടെൻസൈൽ സ്ട്രെസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്ന സ്ട്രെസ് ഇസ് യോർ സിഗ്മ XX എന്ന് വെച്ചാൽ ഇതാണ് ആ വെർട്ടിക്കൽ പ്ലെയിൻ. അവിടെ ആക്ട് ആകുന്ന സ്ട്രെസ് അത് ടെൻസൈൽ ആണെന്നാണ് പറഞ്ഞത്. സോ ദർ ഇസ് എ ടെൻസൈൽ സ്ട്രെസ് ഓഫ് 50 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അപ്പോൺ എ വെർട്ടിക്കൽ പ്ലെയിൻ. അതേപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് ഓഫ് 35 ന്യൂട്ടൺ പെർ mm സ്ക്വയർ അപ്പോൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അവിടെ ആക്ട് ആകുന്ന സ്ട്രെസ് ആണ് 35 മെഗാപാസ്കൽ. അത് എങ്ങനെ ആക്ട് ആകുന്നു? കംപ്രസീവ് ആയിട്ടാണ് ആക്ട് ആകുന്നത്. സോ നമ്മൾ അതിന്റെ നെഗറ്റീവ് വാല്യൂ അതിന് കൊടുക്കും. സിമിലർലി അതിന്റെ ഡയറക്ഷൻ നോക്കിയാൽ ടെൻസൈലിനും കംപ്രസീവിനും ഉള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് സെൻസ് ആണ് അതിന് കൊടുക്കാറ്, നെഗറ്റീവ് സൈൻ ആണ് നമ്മൾ കൊടുക്കാറ്. സോ ദിസ് വിൽ ബി മാർക്ഡ് ലൈക്ക് ദിസ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്കിവിടെ സിഗ്മ YY നോക്കുകയാണെങ്കിൽ സിഗ്മ YY ഇസ് എ compressive stress and sigma XX is a tensile stress. അപ്പോൾ നോർമൽ ആയിട്ടുള്ള കേസ് തന്നെയാണ്. ഒരു പോയിന്റ് അറ്റ് സ്ട്രെയിൻഡ് മെറ്റീരിയൽ, ഏതോ ഒരു ഓബ്ജക്റ്റിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു പോയിന്റ് അണ്ടർ കൺസിഡറേഷൻ, ആ പോയിന്റ് വഴി പാസ്സാകുന്ന പ്ലെയിൻ സ്ട്രെസ്സസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. സിഗ്മ XX, സിഗ്മ YY ആൻഡ് പ്ലെയിനിൽ ആക്ട് ആകുന്ന ഷിയർ സ്ട്രെസ്സസ് ആണ് tau XY. അത് 40 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇതാണ് ക്വസ്റ്റനിൽ അവർ തന്നിട്ടുള്ള ഡേറ്റ. ഡയഗ്രാം തന്നിട്ടില്ല, നമ്മൾ അതിനെ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഈ ഡയഗ്രാം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കി ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിരിക്കും നിങ്ങൾ. ഓക്കെ, സോ നമ്മൾ അതിന്റെ സൊല്യൂഷനിലോട്ട് പോവാം. നമ്മൾ മോർ സർക്കിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. നമുക്കിവിടെ സ്കെയില് എന്ന് വെച്ചാൽ വി ക്യാൻ ടേക്ക് എ സ്കെയിൽ ഓഫ് 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. കഴിഞ്ഞ പ്രോബ്ലത്തില് 40 മെഗാപാസ്കൽ ആയിരുന്നു. 40 മെഗാപാസ്കൽ ആയിരുന്നപ്പോൾ ഞാൻ 2 സെന്റിമീറ്റർ എടുത്തു. 2 സെന്റിമീറ്റർ ഈക്വൽ ടു 10 ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്നുള്ള സ്കെയിൽ എടുത്തു. പക്ഷേ ഇവിടെ ഞാൻ 1 സെന്റിമീറ്റർ എടുത്തിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 2 സെന്റിമീറ്റർ എടുത്താൽ കുറച്ച്
ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ടൈപ്പ് പ്രോബ്ലം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാൻ എടുത്തിരിക്കുന്ന സ്കെയിൽ 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 Nm², ഓർ സിംപ്ലി മെഗാ പാസ്കൽ. ഓക്കെ, അപ്പൊ സിഗ്മ XX എന്ന് പറയുമ്പോൾ നമ്മുടെ AB, നമ്മുടെ മോർ സർക്കിളിന്റെ ഡയമെൻഷൻ AB 15 Nm² ആണ്. അതിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ 10 Nm² ആണെങ്കിൽ 50 Nm² എത്ര സെന്റിമീറ്റർ ആയിരിക്കും? ഓബിയസ്ലി 5 സെന്റിമീറ്റർ. 10 × 5 50 ആണ്. അപ്പോൾ അതേ 5നെ നമുക്ക് 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 5 സെന്റിമീറ്റർ. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ സിഗ്മ YY -35 Nm² ആണ്. അപ്പോൾ ഇവിടെ ഉള്ള ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള രണ്ടിനെ നമ്മൾ റൈറ്റിലോട്ടാണ് വരച്ചത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. ABയും AC-യും പോസിറ്റീവ് ആയിരുന്നു. നമ്മൾ അതുകൊണ്ട് രണ്ടിനെയും റൈറ്റിലോട്ടാണ് നമ്മൾ വരച്ചത്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ AB പോസിറ്റീവും AC നെഗറ്റീവുമാണ്. അപ്പൊ AC നമ്മൾ ലെഫ്റ്റിലോട്ടായിരിക്കും വരയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്കെയില് 1 തന്നെ എടുത്തത്. അതുകൊണ്ടാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. τxy = BG = CF = 40 Nm². സോ 40 ന്യൂട്ടൺ ആസ് യൂഷ്വൽ. 10 Nm², 1 സെന്റിമീറ്റർ ആണെങ്കിൽ 40 Nm², 4 സെന്റിമീറ്റർ ആയിരിക്കും. സോ 10 × 4 4 ആണ്. അപ്പൊ അതേ 4നെ നമ്മൾ 1ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, സോ വിൽ കൺസ്ട്രക്ട് ദ മോർ സർക്കിൾ. സെയിം പ്രൊസീജിയർ ആണ്, ഒരു ചെറിയൊരു വ്യത്യാസം മാത്രം ഇതിലുണ്ട്. സോ ഫസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ സ്കെയിൽ എടുത്തോളുക. സ്കെയിൽ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കുക. സോ അതൊന്ന് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രമിച്ചാൽ മതി സ്കെയിൽ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ. ഫസ്റ്റ് ആസ് യൂഷ്വൽ A എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. കഴിഞ്ഞതിൽ ഞാൻ ഒരു പേജിന്റെ എൻഡിലാണ് A എന്ന് മാർക്ക് ചെയ്തത്. ഇവിടെ ഞാനിപ്പോൾ പേജിന്റെ മിഡിലായിട്ടൊക്കെയാണ് A മാർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഒരു വലിയ വിഷയമല്ല, എന്നാലും അത് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും നമുക്ക്. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡിലോട്ടും നമ്മളിപ്പോൾ ലൈൻസ് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് സോ എയിൽ നിന്നും ഞാൻ രണ്ട് സൈഡിലോട്ടും ലൈൻസ് വരയ്ക്കുകയാണ്. A എന്നുള്ള ഈ പർട്ടിക്കുലർ പോയിന്റിൽ നിന്നും ഞാൻ രണ്ട് സൈഡിലോട്ടും ഞാനിപ്പോൾ ലൈൻസ് വരയ്ക്കുകയാണ്. രണ്ട് സൈഡിലോട്ടും ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് ഞാൻ ആദ്യം AB മാർക്ക് ചെയ്യാൻ പോകുന്നു. AB പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ആസ് യൂഷ്വൽ ഞാൻ റൈറ്റ് സൈഡിൽ തന്നെ ABയെ മാർക്ക് ചെയ്യും. ABയുടെ ലെങ്ത് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. ഞാൻ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് ABയെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. B 5 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഞാൻ ഇവിടെ തന്നെ B മാർക്ക് ചെയ്തു. റൈറ്റ് സൈഡിൽ ഞാൻ B മാർക്ക് ചെയ്തു. C അടുത്ത് ഞാൻ AC മാർക്ക് ചെയ്യാൻ പോവാണ്. AC എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, കംപ്രസീവ് ആണ്. അതുകൊണ്ട് ഞാൻ ഇടത്തോട്ട് ലെഫ്റ്റിലോട്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. AC കംപ്രസീവ് ആയതുകൊണ്ട് ഞാൻ ഇടത്ത് ലെഫ്റ്റ് നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് X ആക്സിസിലോട്ട് ഞാൻ അങ്ങ് മാർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. നെഗറ്റീവ് ഇതിലോട്ട് മാർക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ AC എത്രയാണ് ഇവിടെ? 3.5 ആണ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് 3.5 ഒന്ന് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 3.5 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ട് ഞാൻ മാർക്ക് ചെയ്തു ACയെ. നിങ്ങളുടെ ബുക്കിൽ ഇത് തെറ്റായിരിക്കും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഞാൻ തന്ന ബുക്കിൽ ഇത് തെറ്റായിരിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോളുക അത്. ഓക്കെ, സോ അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആസ് യൂഷ്വൽ നമ്മൾ ഇത് മൂന്നും ACയും AB എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് മാർക്ക് ചെയ്യുകയാണ്. ഷിയർ സ്ട്രെസിന്റെ വാല്യൂ എത്രയാ? 4 സെന്റിമീറ്റർ. 40 Nm², 4 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഞാൻ 4 സെന്റിമീറ്റർ സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ചെറിയ മിസ്റ്റേക്ക് വരാം, അല്ലെങ്കിൽ ചെറിയ വാല്യൂസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, സോ 4 സെന്റിമീറ്ററിൽ ഞാനൊരു ലൈൻ വരച്ചു. സിമിലർലി ബിയിൽ നിന്നും ഞാനൊരു 4 സെന്റിമീറ്ററിൽ ഒരു ലൈൻ ഇങ്ങനെ താഴോട്ട് വരച്ചു. ഓക്കെ, സിയിൽ നിന്നും വരയ്ക്കുന്ന ഈ ലൈനിന് ഐ എം ഗോയിങ് ടു ഗീവ് ദ നെയിം ആസ് എന്താണ് ഞാൻ കൊടുത്തത്? F എന്ന് കൊടുത്തു. ബിയിൽ നിന്നും വരയ്ക്കുന്ന ഈ പോയിന്റിന് ഞാൻ G എന്ന് കൊടുത്തു. അപ്പോൾ അടുത്ത് എന്ത് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ജോയിൻ F ആൻഡ് G. നമ്മുടെ F ഉണ്ടല്ലോ, Fഉം Gയും അങ്ങ് ജോയിൻ ചെയ്യുക. ജോയിൻ F ആൻഡ് G. Fഉം Gയും ജോയിൻ ചെയ്യുക. Fഉം Gയും സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിൽ എവിടെയോ മീറ്റ് ആകും. ആ പോയിന്റിന് നമ്മൾ എന്ത് കൊടുക്കും? ആസ് യൂഷ്വൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടപോലെ തന്നെയാണ് ആ പോയിന്റിന് നമ്മൾ O എന്ന് പേര് കൊടുക്കും. അപ്പൊ ഈ O എന്തുവാണ്? O ഇസ് ദ സെന്റർ ഓഫ് അവർ മോർ സർക്കിൾ. മോർ സർക്കിളിന്റെ സെന്റർ ആണ് O.
ഓയിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് OF എന്ന റേഡിയസ് ഓയിൽ കോമ്പസ് വെക്കുക, സെന്റർ ഓയിൽ പ്ലേസ് ചെയ്തിട്ട് OF നമ്മൾ റേഡിയസ് ആയിട്ട് എടുത്തിട്ട് യു ക്യാൻ ഡ്രോ എ സർക്കിൾ. അത് കറക്റ്റ് ആണെങ്കിൽ അത് ജിയിലും അതേപോലെ തന്നെ മീറ്റ് ആവും. നമുക്ക് മീറ്റ് ആവുമെന്ന് നോക്കാം. ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് വരച്ചതിലുള്ള തെറ്റായിരിക്കും. ഓക്കെ, നമുക്ക് ഡിഫറൻസ് ഉണ്ട് ഇവിടെ. അത് വരച്ചതിലുള്ള ചെറിയ ചരിവൊക്കെ വന്നാൽ അങ്ങനത്തെ ഡിഫറൻസ് വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമുക്ക് സർക്കിളും കിട്ടി. ഇപ്പോൾ ജി നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ജിന്ന് വിട്ട് നിൽപ്പുണ്ട്. അത് നമ്മൾ വരച്ചതിലുള്ള ചരിവോ സ്കെയിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചില്ലെങ്കിലൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. ചെറിയൊരു കറക്റ്റ് ആൻസറിൽ നിന്ന് ഒരു ചെറിയ ഡീവിയേഷൻ നമുക്ക് ഈ ആൻസറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്കിനി 2 പോയിന്റ്സ് മാർക്ക് ചെയ്യണം. AB അതിനോട് അടുപ്പിച്ച് ഈ സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് B1. അതേപോലെ AC ഉണ്ടല്ലോ, AC ഇതിനോട് അടുപ്പിച്ച് സർക്കിൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് C1. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ നമുക്കത് അങ്ങ് മെഷർ ചെയ്ത് എഴുതാം. അപ്പൊ AB1 എത്ര കിട്ടി നമുക്ക്? AB1 ഫസ്റ്റ് നമുക്ക് നമ്മുടെ സിഗ്മ 1 എന്ന് പറഞ്ഞാൽ AB1 സിഗ്മ 2 എന്ന് പറഞ്ഞാൽ AC1 ടൗ മാക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ റേഡിയസ് ആണ്. ഫസ്റ്റ് AB1 നമുക്ക് മെഷർ ചെയ്യാം. AB1 മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ നിയർലി 6.4 ആണ് നമുക്കിവിടെ ലെങ്ത്. 6.4 സെന്റിമീറ്റർ. And that's equal to 64 Newton per mm square. 6.4 centimeter കിട്ടി. That is equal to 64 Newton per mm square. അടുത്ത AC1 എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. AC1 നമുക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ AC1 is nearly 50. AC1 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. 5 സെന്റിമീറ്റർ. ദാറ്റ് ഇസ് ഈക്വൽ ടു 50 Newton per mm square. സോ എന്തെന്ന് വെച്ചാൽ 5 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെന്റിമീറ്റർ 10 ആണെങ്കിൽ 6.4 സെന്റിമീറ്റർ 64 Newton per mm square ആയിരിക്കും. അതേപോലെ AC 5 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ 5 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 50 Newton per mm square ആയിരിക്കും. സോ ഷിയർ സ്ട്രെസ് നമുക്ക് കണ്ടുപിടിക്കാം. മാക്സിമം ഷിയർ സ്ട്രെസ് ദാറ്റ് ഇസ് ഈക്വൽ ടു റേഡിയസ് OF തന്നെയാണ്. പക്ഷെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തത് ജസ്റ്റ് ഒരു പ്രാക്ടീസ്, അത്രേ ഉള്ളൂ. ഒരു പ്രാക്ടീസ് നമുക്ക് അങ്ങ് ഫോളോ ചെയ്യാം. ഈ വാല്യൂ ആണ് നമ്മുടെ ടോ മാക്സ്. ദാറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദി മോർ സർക്കിൾ. അത് ഓർത്ത് വെച്ചേക്കുക, ഗേറ്റിലെ ക്വസ്റ്റ്യൻ ആണിത്. സോ എത്രയാണ് ഇതിന്റെ ലെങ്ത്? ദാറ്റ് ഇസ് നിയർലി 58 ആണ്. ദാറ്റ് ഇസ് 5.8 സെന്റിമീറ്റർ. ടോ മാക്സ് ഈക്വൽ ടു 5.8 സെന്റിമീറ്റേഴ്സ്. 5.8 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 58 Newton per mm സ്ക്വയർ. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തീറ്റയാണ്. അപ്പൊ ഇത് 2θ1 എന്നുള്ള ഈ ആംഗിള് 2θ1 നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. സോ നിങ്ങളുടെ കയ്യിൽ നീറ്റ് പ്രൊട്രാക്ടേഴ്സ് ഒക്കെ കാണും. ഞാനിപ്പോൾ ഉള്ളത് വെച്ചൊന്ന് നോക്കിയാണ്. സോ നമ്മൾക്ക് ആംഗിൾ എത്ര കിട്ടി കറക്റ്റായിട്ട്? 2θ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംഗിള് 43 ഡിഗ്രീസ് ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആംഗിള്. സോ 2θ നമുക്ക് മെഷർ ചെയ്തപ്പോൾ കിട്ടിയ 2θ1 ആണ് 40 ഡിഗ്രി. സോ θ1 വിൽ ബി ഈക്വൽ ടു 20 ഡിഗ്രീസ്. അടുത്ത് θ2 നമുക്ക് എങ്ങനെ കിട്ടും? ഈക്വൽ ടു θ1 പ്ലസ് 90, that is 110 ഡിഗ്രീസ്. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും? θ2 കിട്ടി, θ1 കിട്ടി. ദീസ് ആർ ദ പ്രിൻസിപ്പൽ പ്ലെയിൻ ആംഗിൾസ്, ആംഗിൾ ഓഫ് ദ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അടുത്ത നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസിന്റെ പ്ലെയിൻ 5-1, 5-2 അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണം. സോ 5-1 is equal to θ1 plus 45 degree, that is equal to
എത്രയാണ് θ1 പ്ലസ് 45 ഡിഗ്രി. ദാറ്റ് ഈസ് θ1 20 ആണ്. സോ ടോട്ടൽ വിൽ ബി 65 ഡിഗ്രീസ്. അതേപോലെ φ2 is θ2 പ്ലസ് 45 ഡിഗ്രീസ്. ദാറ്റ് ഈസ് 110 പ്ലസ് 45 155 ഡിഗ്രീസ്. ഓക്കെ. സോ ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയത്, നമ്മുടെ σ2 മെഷർ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? AC1 5 സെന്റിമീറ്റർ കിട്ടി. ഇത് എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ടാണ്. സോ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ -50 ആണ് കേട്ടോ. -50 Nm/mm². അതൊന്ന് ഓർത്ത് വെച്ച് വെക്കുക. σ2 ഇവിടെ കംപ്രസീവ് ആണ്. σ1 റൈറ്റിലോട്ട് തന്നെയാണ് മാർക്ക് ചെയ്തത്. സോ അത് പോസിറ്റീവ്. ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ ഈ മോർ സർക്കിൾ പ്രോബ്ലം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.